മത്സ്യത്തൊഴിലാളി മേഖലയായ പൊഴിയൂരിന് ദാഹിച്ചു പൊള്ളുമ്പോൾ ഈ തീരത്തെയാകെ പരിഹസിച്ച് പൊതുടാപ്പുകളുടെ ശവക്കല്ലറകൾ ഇങ്ങനെ നിലകൊള്ളുന്നു. ഇവിടെ ജനങ്ങൾക്കായി ഇതുവരെ ഒഴുകിയത് ജലമല്ല, പല കാലങ്ങളിൽ വോട്ട് തേടി അധികാരത്തിലെത്തിയ രാഷ്ട്രീയക്കാരുടെ പ്രഖ്യാപനങ്ങൾ മാത്രം. പൊതുടാപ്പിൽ ജലമെത്തുന്നത് ആഴ്ചയിൽ 2-3 ദിവസം. കുടിവെള്ളം പണം കൊടുത്ത് വേറെ വാങ്ങണം. അത് നല്ല തണ്ണിയില്ല, ഈ അയ്യമ്മയുടെ തണ്ണിയാണ് പറഞ്ഞത്, കുടിക്കാൻ ഒക്കില്ല. ചോറ് നല്ലെണ്ണ വെച്ചാൽ അത് നീത്ത് പോണത്, അത് കഴിഞ്ഞ് തുണി കളിക്കാനും കുളിക്കാനുള്ള വെള്ളം തന്നെ ഇവിടെ വരുന്നത്. കുടിക്കാനായിട്ട് ഒരു പാട്ടിൽ വെള്ളം വാങ്ങിച്ച് കുടിച്ചു, അത് 25 രൂപ വാങ്ങിക്കും. മത്സ്യബന്ധനത്തിനായി ഒരാഴ്ചയോളം കടലിൽ തങ്ങുന്ന തൊഴിലാളികളും പണം കൊടുത്ത് വാങ്ങുന്ന ജലമാണ് ഒപ്പം കരുതുന്നത്. ഞങ്ങൾ കടൽപ്പണിക്ക് പോകുമെങ്കിൽ ഞങ്ങൾക്ക് 50,000 രൂപ ചിലവുണ്ടാവും. 50,000 രൂപ 10,000 രൂപ പണിയുണ്ടെങ്കിൽ 40,000-45,000 രൂപ ഞങ്ങൾക്ക് നഷ്ടമാണ്. വെള്ളമേ എണ്ണയും എല്ലാമായിട്ട് ഉൾപ്പെടെ 55,000 രൂപയാണ് ഞങ്ങൾക്ക് മൊത്തം. ഇലക്ഷന് എല്ലാം അടുപ്പിച്ചെല്ലാം ആമെങ്കിൽ ഞങ്ങളെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ഇന്നാണ് ഇലക്ഷൻ, വോട്ടിടാൻ വേണ്ടി നിങ്ങൾ വരണം, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പഞ്ചായത്ത് നടത്തിയിരുന്ന കുടിവെള്ള പദ്ധതി പ്രാദേശിക തലത്തിലെ ജനകീയ സമിതികൾക്ക് നേരത്തെ കൈമാറി. പ്രദേശത്തെ പള്ളിവളപ്പിലെ കിണറിനെ ആശ്രയിച്ചായിരുന്നു ജലവിതരണം. പൊതുടാപ്പിലും ജനകീയ സമിതിയുടെ പൈപ്പുകളിലും ജലമില്ലാതായതോടെ ഓട്ടോ കൂലി കൂടി നൽകി കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥ. 100 രൂപ കൊടുത്താൽ 10 കിലോ വെള്ളം അവിടെ നിന്ന് എടുക്കും. ഞങ്ങൾ വണ്ടിയിൽ പോയി എടുക്കും, ഓട്ടോയിൽ അവിടെ പോയാലും തരുവില്ല. ജീവിതം തന്നെ ജലത്തിൽ സമർപ്പിച്ച ഒരു ജനതയ്ക്ക് പക്ഷേ കുടിവെള്ളം കിട്ടാക്കനിയാണ്. അടിസ്ഥാന ആവശ്യം തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കായി ഇതുവരെ നടപ്പാക്കിയ പദ്ധതികളുടെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. CS അരുണിനൊപ്പം BV വിനോദ്, News 18 തിരുവനന്തപുരം.